എടാ നീ എണീറ്റ് കൂടെ തുണി പിഴിഞ്ഞിങ്ങനെ സൂക്ഷിച്ചോ? കുട്ടി വിളിച്ചിരുന്നു. രാമേന്ദ്രൻ ഇപ്പൊ അവളെ വിളിച്ചിരുന്നു അത്ര. ആ ചെക്കനും കൂട്ടരായിട്ട് ഇപ്പൊ 12 മണിന്റെ ഉള്ളിൽ രാമേന്ദ്രൻ അവിടെ വരുന്നു. രാമേന്ദ്രൻ ഇവിടെ വരാനാ? എടാ നീ ചിരിക്കല്ലടാ. കുട്ടി എന്നോട് ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാ. ഞാൻ ഇതുവരെ മറുപടി ഒന്നും പറയാത്തോണ്ട് എനിക്കൊരു നിവൃത്തിയില്ല. ഞാൻ ചിലപ്പോ അവളുടെ വലിയച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് കല്യാണത്തിന് സമ്മതിക്കുമെന്നാ പറഞ്ഞു. അത് ചുമ്മാ പറയണത് അമ്മാവാ. അമ്മാവ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആളിങ്ങോട്ട് വരൂല. അമ്മാവ ഒരു പരാതി തന്നിട്ടുണ്ടല്ലോ, അതിന് പ്രകാരം അയാളെ പൊക്കി അകത്ത് വയ്ക്കും. ഈ ഏരിയ വരില്ല പുള്ളി. അല്ല ഇനിയിപ്പോൾ അയാൾ വരണമെന്നില്ലല്ലോ. ഈ ചെറുക്കനും കൂട്ടരും വന്നാലും പ്രശ്നമില്ലേ? അത് വരില്ല. അതിനുള്ള പണിയൊക്കെ ഈ ക്ലീറ്റോമോന് വിട്ടാരാ. അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത് കഴിഞ്ഞ അമ്മാവാ. എന്താ ഇത്? ബ്രോക്കർ ഉണ്ടല്ലോ, ബ്രോക്കർ. അവനിപ്പോൾ തന്നെ ഞങ്ങളെ പിള്ളേർ പൊക്കി ഏതാണ്ട് ഒരു 3/4 ഫിറ്റ് ആയിട്ടുണ്ടാവും ആള്. പിന്നെ എറണാകുളത്ത് നിന്ന് വരുന്നവന്മാര് ആലപ്പുഴയുള്ള ഞങ്ങളുടെ DDT പാർട്ടിയുടെ പിള്ളേർ അവിടെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് അമ്മ ഒന്നും പേടിക്കേണ്ട, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടക്കും. പിന്നെ അമ്മാവ എല്ലാത്തിനും കൂടെ കുറേ പൈസ ചിലവായിട്ടുണ്ട്. ഈ ഒരു അവസരം ഞാൻ കണക്കൊന്നും പറയണ്ട, എല്ലാം ഞാൻ പിന്നെ അവതരിപ്പിച്ചോളാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കൊരു സംശയമുള്ളത്, ഇപ്പൊ ചെറുക്കന്റെ കൂട്ടുകാരെയും ചെറുക്കനെയും ക്ലീറ്റോയുടെ പാർട്ടിക്കാര് തടഞ്ഞു, രാമേന്ദ്രൻ ചേട്ടനെ നിങ്ങളും തടഞ്ഞു. പക്ഷെ ഇത് നാളെ ഒരു ദിവസം വരാൻ പാടില്ലായില്ല ഇനി. അല്ല അപ്പൊ അമ്മാവിന്റെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. തീരുമാനം എടുക്കുമല്ലോ, എടുത്തു. അതെ, ഇതിപ്പോ ഇന്നത്തെ ഈ ചടങ്ങ് നമ്മൾ കുളമാക്കുമല്ലോ. അതിലൂടെ തന്നെ രാമേന്ദ്ര ശത്രുപക്ഷത്തിന്റെ ഒരു ബലം മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. നടന്നാ മതിയായിരുന്നു. എന്റെ അമ്മാവ ടെൻഷൻ പിടിക്കാതിരി. ഇലവീഴ പൂഞ്ചിറ അറബിക്കടലിനുള്ള ആരൊക്കെ ഉള്ളതാണെങ്കിൽ ഗിരിജമായി അമ്മാവനുള്ളത് തന്നെയാണ്. അത് ഉറപ്പിച്ചോ? അത് ഉറപ്പിച്ചോ. വാക്കാണ് സത്യം.